ദിനപത്രത്തിലിടാന്ന് വിളിച്ചു പറഞ്ഞേ. സാറേ, ഡോക്ടർ വിജയലക്ഷ്മി ഉണ്ടെങ്കിൽ ഡോക്ടർ ചാണ്ടിനെ വിളിച്ചാലോ? പൊന്നുമോനെ, നീ ഈ അപ്പനെ ഒറ്റയ്ക്കാക്കിയല്ലോടാ. എന്തിനാടി നീ മഹാഭാവം ചെയ്തത്? നിനക്ക് അവനെ കൊല്ലാൻ എങ്ങനെ മനസ്സ് വന്നടി? അയാളെ പിടിച്ചങ്ങോട്ട് മാറ്റ്. എന്നാ പിന്നെ പോവല്ലേ തറവാട്ടിലേക്ക്? അതിന് ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിനുള്ള തെളിവൊക്കെ ഞാൻ കോടതി ഹാജരായിക്കോളാം. ബാക്കിയൊക്കെ കൂട്ടിക്കയറ്റി നിർത്തുമ്പോ മജിസ്ട്രേറ്റിനോട് പറഞ്ഞാൽ മതി. ആ മെമ്പറെ, കവലെ വെച്ച് ഇവരാ പയ്യനെ പിടിച്ചെടുത്തോണ്ട് പോകുന്നത് കണ്ട കുറച്ചു പേരുടെ സാക്ഷിമൊഴി വേണം. കണ്ടവരൊക്കെ അങ്ങോട്ട് എത്തിച്ചോളാം സാറേ. മനസ്സിലേ? ഇവരെ പിടിച്ച് ജീപ്പി കയറ്റ്. ഇതെന്താ ചെയ്യാ സാറേ? ഒരു നടക്കുന്ന ലക്ഷണം ഇല്ലല്ലോ. മര്യാദയ്ക്ക് അങ്ങോട്ട് സമ്മതിച്ചോ? വെറുതെ ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. ഭർത്താവിന്റെ ജാരസന്ധതിയെ കൊല്ലിച്ചത് നിങ്ങളാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇനി അറിയേണ്ടത് ഒരു കാര്യം മാത്രം. അത് ചെയ്തത് നിങ്ങളാണോ നിങ്ങളുടെ ഗുണ്ടകളാണോ? അങ്ങോട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? അവരെ വെറുതെ വിട്ടേക്ക്. അവരെ മാത്രമല്ല, നിങ്ങളുടെ ആ പുതിയ മരുമോനെയും പൊക്കാൻ പോയിട്ടുണ്ട് പല്ലക്കുമായിട്ട്. മറ്റുള്ള കേസിൽ നിന്ന് തലയൂരിയതുപോലെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കില്ല. കിട്ടാവുന്ന സകല തെളിവ് ഉപയോഗിച്ച് നിങ്ങളെ ഞാൻ പൂട്ടും. ചാർജ് ഷീറ്റ് റെഡി. മനുവിനെ നിങ്ങൾ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഗുണ്ടകളെയും കൂട്ടി ബലം പ്രയോഗിച്ച് നിങ്ങളുടെ തന്നെ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ വീട്ടിലിട്ട് കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേട്ടല്ലോ? ഇനി ഐശ്വര്യമായിട്ട് ഇതിലേക്ക് ഒപ്പിട്ടേ. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതൊരു നടക്ക് പോവില്ല സാറേ. ആ വത്സല വിളിക്കട്ടെ, രണ്ടെണ്ണം താങ്ങിയാലേ ശരിയാവുള്ളൂ. വത്സല ഇവരെ കണ്ട മുട്ടുകൂട്ടിയിടിക്കും. അതുകൊണ്ട് ഇവരല്ല, ഇവരുടെ അപ്പൂപ്പനെ മെരുക്കുന്ന ഒരു പിടിയെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ജാനകി, ജാനകി, അപ്പൊ തുടങ്ങല്ലേ? ജാനകി കേറി മെയ്യോ ആണല്ലോ. അവരെ രണ്ടെണ്ണത്തിന് ഇടിച്ചു കൊന്നതാ. മന്ത്രിയുടെ ബന്ധു ആയതുകൊണ്ട് രണ്ടും ഹാർട്ട് അറ്റാക്ക് ആക്കി തടിയൂരി. സർ, സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മുറ്റായിരുന്നു സർ. ഭയങ്കര റെസിസ്റ്റിംഗ് പവർ. അതുകൊണ്ടല്ലേ ജാനകി തന്നെ വിളിപ്പിച്ചത്. സർ, ഇത് പുറത്തറിയണ്ട. സാറിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എനിവേ താങ്ക്സ്. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും കേട്ടോ. ഓഫ് കോഴ്സ്. ഓക്കെ.